നമസ്കാരം. PSC ട്രിക്സിൻ്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ PSC ബുള്ളറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഇതാണ്: ഈ ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലീപ്പർ എന്ന് പറയുന്നത്. ഇതിലേക്കാണ് നമ്മുടെ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് ആര് വിക്ഷേപിച്ചത്? നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലീപ്പർ വിക്ഷേപിച്ചത് 2024 ഒക്ടോബർ 14 ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലീപ്പർ. ഓർത്തിരിക്കണേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക്, അതായത് COP13 വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. ഏതാണ്? ബ്രസീൽ. അപ്പം 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം PSC ചോദിക്കാം. 99% ചോദിക്കാൻ ചാൻസ് ചോദ്യമാണ്. ഏത്? ബ്രസീലാണ് അല്ലേ? ബ്രസീലിലെ ബേലം എന്നാണ് ബേലം. ഓക്കെ. ഇനി അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? അത് ചൈന. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ? ചൈനയാണ് അല്ലേ? ഇനി ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തിയാണ് ആര്? ക്രിസ് ബ്രൗൺ. ബ്രിട്ടൻ ആണ് ആര് സ്വദേശം? ഏതാണ്? ക്രിസ് ബ്രൗണിന്റെ സ്വദേശം ബ്രിട്ടൻ ആണ്. അപ്പം ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ എന്ന വ്യക്തി. ബ്രിട്ടൻ ആണ്. ഓക്കെ. യെസ്. ഇനി അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ഗാരി കാസ്പറോവ്. ആരാണ്? ഗാരി കാസ്പറോവ്. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ആര് കൂട്ടുകാരെ? ഗാരി കാസ്പറോവ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ലോക സന്തോഷ സൂചിക അല്ലേ? ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. ഇതാണ് ഫിൻലാൻഡ്. ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ് ആണ്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 എങ്കിൽ ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. സ്ഥാനം 143. ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്, ഇന്ത്യയുടെ സ്ഥാനം 126. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഓക്കെ അല്ലേ? ഇനി ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലൻഡ്. അതാണ് സ്വിറ്റ്സർലൻഡ് അല്ലേ? ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? അത് സ്വിറ്റ്സർലൻഡ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. ഓക്കെ അല്ലേ? ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ, സ്പീഡിൽ ആവർത്തിക്കാട്ടോ. റിപ്പീറ്റേഷൻ വേണം. റിപ്പീറ്റേഷൻ ഉണ്ടായാൽ മാത്രമേ പരീക്ഷ ഹാളിൽ ഒരു കൺഫ്യൂഷൻ നമുക്കില്ലാതിരിക്കൂ. അപ്പം ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലീപ്പർ. എങ്കിൽ ബ്രസീൽ എന്താണ് ചോദ്യം? 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? അത് ബ്രസീൽ. ബേലം. അടുത്തൊരു ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈനയാണെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിലെത്തിയ ആദ്യ വ്യക്തിയാണ് ആര്? ക്രിസ് ബ്രൗൺ. ബ്രിട്ടൻ ആണ്. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ എന്താണ്? ഗാരി കാസ്പറോവ്. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ഗാരി കാസ്പറോവ്. ഇനി ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ ആണല്ലേ? ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? അത് സ്വിറ്റ്സർലൻഡ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134. ഓക്കെ അല്ലേ? യെസ്. ഇതെല്ലാം ഓർത്തിരിക്കണേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്?
ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ജെഫ് ബെസോസ്. ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ് ആണ് ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ജെഫ് ബെസോസ് ആണ് അല്ലേ. യെസ്. ഇനി നെക്സ്റ്റ്, ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങളാണ് തിമൂർ ലെസെ എന്നാണ്, അതുപോലെ തന്നെ കൊമോറസ് എന്നിവ. തിമൂർ ലെസ്റ്റെ കോമോറസ്. ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങളാണ് തിമൂർ ലെസ്റ്റേയും കോമോറസും. നെക്സ്റ്റ് ആണ്, നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊഖാറ. എന്താണ് പൊഖാറ? നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് എവിടെയാണ്? അത് പൊഖാറ. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊഖാറയാണെങ്കിൽ ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം സൗദി അറേബ്യ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് സൗദി അറേബ്യ ആണെങ്കിൽ മനുഷ്യനെ അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ഇത് ആർടെമിസ്. എന്താണ് ആർടെമിസ്? മനുഷ്യനെ അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ചന്ദ്രനിലെത്തിക്കുവാനുള്ള നാസയുടെ ദൗത്യമാണ് ഇതിടാ ആർടെമിസ് എങ്കിൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഏത്? ഒഡീസിയസ്. ഏതാണ്? ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഏത് കൂട്ടുകാരെ? ഒഡീസിയസ്. ഇനി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയതാരാണ്? അത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ചിലപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരും ചോദിക്കും. എന്താണ്? ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര്. ഓക്കെ അല്ലേടാ? ഇന്നും കൂടി ഞാൻ ആവർത്തിക്കട്ടെ. റിപ്പീറ്റേഷൻ വേണേ. യെസ്. ഇനി റിപ്പീറ്റേഷൻ വേണ്ട എന്നൊരു നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ അതെന്താക്കുക, നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കൂടുതൽ വീഡിയോസിൽ മാറ്റം വരുത്താനുള്ള മാറ്റം വരുത്തുക. അതൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. എന്തെങ്കിലും മാറ്റം വരുത്താൻ, എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്താക്കാം, ചൂണ്ടിക്കാട്ടാണ്ടോ. യെസ്. ഇനി ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ആര്? ജെഫ് ബെസോസ് അല്ലേ. ആമസോൺ സ്ഥാപകനാണ് ജെഫ് ബെസോസ്. ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ തിമൂർ ലെസ്റ്റേയും കോമോറസുമാണ്. കോമോറസ്. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊഖാറ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം സൗദി അറേബ്യ. മനുഷ്യനെ അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർടെമിസ് എങ്കിൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ്. ഏതാണ്? ഒഡീസിയസ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതാനാണ് അത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഓർക്കണേ. ഇനി 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം. ലോക പുസ്തക പകർപ്പവകാശ ദിനപ്പോഴാണ്? ഏപ്രിൽ 23 അതിന്റെ പ്രമേയമാണ് റീഡ് യുവർ വേ എന്നത്. എന്താണ്? റീഡ് യുവർ വേ. 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ പറയണം റീഡ് യുവർ വേ എന്നാണ്. ഇനി യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് എന്താണ്? സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. എവിടെയാണ്? സ്ട്രാസ്ബർഗ്. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് സ്ട്രാസ്ബർഗ്, ഫ്രാൻസ് ആണെങ്കിൽ 2024 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. 2024 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം. ഭൗമദിനം ഏപ്രിൽ 22. പ്രമേയം എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. നെക്സ്റ്റ്, 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൽ നക്ഷത്രമാണ് ഏത്? ഡെവിൾ ധൂമകേതു എന്നാണ്. ഡെവിൾ ധൂമകേതു. 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൽ നക്ഷത്രമാണ് ഡെവിൾ ധൂമകേതു. നെക്സ്റ്റ് ആണ് 2024 ഏപ്രിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേർന്ന രാജ്യം ഏതാണ്? ഇറ്റലി. ഇറ്റലിയിലെ കാപ്രി ദ്വീപ്. ഏതാണ്? ഇറ്റലിയിലെ കാപ്രി ദ്വീപ്. 2024 ഏപ്രിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്ന രാജ്യം ഇറ്റലിയാണെങ്കിൽ കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന എൽഗോൺ പർവ്വതത്തിന്റെ കിതും ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് കെനിയ. ഏതാണ്? കെനിയ. കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന എൽഗോൺ പർവ്വതത്തിലെ കിതും ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് കെനിയാണെങ്കിൽ ഇറാന്റെ സഹായത്തോടെ നിർമ്മിച്ച ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ്? അത് ശ്രീലങ്കയിലാണ്. എവിടെയാണ്? ശ്രീലങ്ക. ഇറാന്റെ സഹായത്തോടെ നിർമ്മിച്ച
ഉമാ ഓയ എന്ന ജലവൈദ്യുത പദ്ധതി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ നഗരമാണ് വെനീസ്. വെനീസ് എവിടെയാണ്? ഇറ്റലിയിൽ അല്ലേ? വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ നഗരമാണ് വെനീസ്, ഇറ്റലിയെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം റൊമാനിയ. ഏതാണ്? റൊമാനിയ. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം ഏതാണ്? അത് റൊമാനിയ ആണെങ്കിൽ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ്. ഏതാണ്? പാട്രിയറ്റ്. ആരുടേതാണ്? അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് ഏത്? പാട്രിയറ്റ്. പാട്രിയറ്റ്. ഓക്കെ അല്ലേടാ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യട്ടെ, ഒന്നുകൂടി പറയാം. റഷ്യൻ ആക്രമണത്തിൽ തകർന്ന എന്താണ് ട്രിപ്പിൾസ്കാ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം യുക്രൈൻ ആണ്. എവിടെയാണ്? യുക്രൈൻ. എന്താണ്? ട്രിപ്പിൾസ്കാ തെർമൽ പവർ പ്ലാന്റ്. റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾസ്കാ എന്താണ് തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് യുക്രൈൻ ആണ്. നെക്സ്റ്റ് ആണ് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഇത്? ഹാർട്ട് സിഫീൽഡ്. എന്താണ്? സിഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റിക് അന്താരാഷ്ട്ര വിമാനത്താവളം, USA. എന്താണ്? എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഇത്? ഹാർട്ട് സിഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ് അന്താരാഷ്ട്ര വിമാനത്താവളം, USA. നൂറ് റിപ്പീറ്റേഷൻ ചെയ്യാം, നൂറ് പറയണേ. എന്താണ്? റീഡ് യുവർ വേ. എന്താണ് റീഡ് യുവർ വേ? 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയമാണ് റീഡ് യുവർ വേ. റീഡ് യുവർ വേ. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണെങ്കിൽ 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൽ നക്ഷത്രമാണ് ഡെവിൾ ധൂമകേതു. 2024 ഏപ്രിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്ന രാജ്യം ഇറ്റലി, കാപ്രി ദ്വീപെങ്കിൽ കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന എൽഗോൺ പർവ്വതത്തിലെ കിതൂം ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം കെനിയ. ഇറാന്റെ സഹായത്തോടെ നിർമ്മിച്ച ഒമാ ഓയ ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ്? അത് ശ്രീലങ്ക. വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ നഗരം വെനീസ്, ഇറ്റലിയെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം റൊമാനിയ. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് ഏത്? പാട്രിയറ്റ് എങ്കിൽ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾസ്കാ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം യുക്രൈൻ. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഏത്? ഹാർട്ട് സിഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? USA. ഓക്കെ അല്ലേടാ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ഏപ്രിൽ 17 പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് ഇന്തോനേഷ്യ. റുവാങ് അഗ്നിപർവ്വതം 2024 ഏപ്രിൽ 17 പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ഇനി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരമാണ് അൽ ഭാഷ കൊട്ടാരം. ഏതാണ്? അൽ ഭാഷ കൊട്ടാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരമാണ് അൽ ഭാഷ കൊട്ടാരം. ഇനി ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 എന്നത്. എന്താണ്? ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 എന്നത്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി ഏതാണ്? അബുദാബി ആണെങ്കിൽ സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഇവിടെ ദോഹ. എന്താണ്? സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമാണ് ഇത്? ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഇനി IMF മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റലീന ജോർജീവ. ആരാണ്? ക്രിസ്റ്റലീന ജോർജീവ. IMF മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റലീന ജോർജീവയാണ്.
എന്നാണ്. ഇനി ലോകത്ത് ആദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV എന്ന വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് നൈജീരിയ. ലോകത്ത് ആദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV എന്ന വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയ. യൂറോപ്യൻ ജപ്പാനീസ് സ്പേസ് ഏജൻസികളുടെ ബുധൻ ഗ്രഹത്തിലേക്കുള്ള സംയുക്ത ദൗത്യമാണ് ബെപ്പി കൊളംബോ. എന്താണ് ബെപ്പി കൊളംബോ? ഏത് രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ജൂഡിത്ത് സുമിൻവ ടുലിഗ നിയമിതരായത്? അത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്ക. ഇതാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്ക. ഒന്നുകൂടി ഞാൻ പറയാം. ഏത് രാജ്യത്തിന്റെ ആദ്യ വനിതാ മന്ത്രിയായാണ് ജൂഡിത്ത് സുമിൻവ ടുലുഗ നിയമിതയായത്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. യൂറോപ്യൻ ജാപ്പാനീസ് സ്പേസ് ഏജൻസികളുടെ ബുധൻ ഗ്രഹത്തിലേക്കുള്ള സംയുക്ത ദൗത്യമാണ് ബെപ്പി കൊളംബോ. ലോകത്ത് ആദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV എന്ന വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയ. IMF മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റലീന ജോർജീവ എന്നാണ്. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ദോഹ. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 എന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരമാണ് അൽ ഭാഷ കൊട്ടാരം. ഇനി 2024 ഏപ്രിൽ 17 അന്തരിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ഓക്കെ അല്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇനിയും അടുത്ത വീഡിയോസിൽ നമ്മുടെ സയൻസുമായി ബന്ധപ്പെട്ടുള്ള PSC ബുള്ളറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. വീണ്ടും അടുത്ത ക്ലാസ് കാണാം. ബൈ ബൈ. സീ യു.